ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ജെറിൻ. എല്ലാവർക്കും പുതിയൊരു സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ചെറിയൊരു തെർമോകോൾ കട്ടർ എങ്ങനെ നിർമ്മിക്കാമെന്നാണ്. അപ്പോൾ ഇത് നിർമ്മിക്കാൻ നമ്മൾ നിക്രോം വയറോ പിന്നെ ബാറ്ററി അങ്ങനെയൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് ഏറ്റവും സിമ്പിളായിട്ടാണ് നമ്മൾ നിർമ്മിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളും കാണണം. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ലഭിക്കാൻ അടുത്തുള്ള ബെല്ലൈക്കനാണ് എനേബിൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, നമുക്ക് ആദ്യം ആവശ്യമുള്ള സാധനം നമുക്കിതൊരു സീർട്ട് ലാമ്പാണ്. അടുത്തായിട്ട് നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പ് എടുത്ത് ഒരു ചെറിയ ഐസ് സ്റ്റിക്കാണ്. അത് നമുക്ക് ഇതുപോലെ ഈ സീർട്ട് ലാമ്പിൻ്റെ ഇവിടെ വെക്കാനാണ്. എന്നിട്ട് നമുക്ക് ഒന്ന് ഒട്ടിക്കണം. അപ്പം നമുക്കത് അവിടെ വെച്ച് ഒട്ടിക്കാനാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒന്നെങ്കിൽ സൂപ്പറുകളോ അല്ലെങ്കിൽ ഫെവിക്വിക്കോ യൂസ് ചെയ്യാം. അപ്പോൾ ഞങ്ങളുടെ ഫെവിക്വിക്കാണ് യൂസ് ചെയ്യുന്നത്. നമുക്കതുപോലെ അവിടെ ഒട്ടിക്കുക. എന്നിട്ട് നമുക്ക് ഐസ് സ്റ്റിക്കിൻ്റെ പീസ് എടുത്ത് നമുക്ക് അവിടെ വെക്കാം. അപ്പം നമുക്ക് ഒട്ടുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമുക്ക് ഈ ഒരു പശയായതുകൊണ്ട് നമുക്കിത് പെട്ടെന്ന് ഒട്ടി കിട്ടും, അതുകൊണ്ട് കുഴപ്പമില്ല. ഫ്രണ്ട്സ്, നമുക്ക് അടുത്തായിട്ട് ബ്ലേഡ് എടുക്കാം. നമ്മുടെ സാധാ ഷേവിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ബ്ലേഡ്. അപ്പം നമുക്കിതിൽ ഒരു പകുതി പീസാണ് നമുക്ക് ആവശ്യം. അപ്പം നമുക്കിതുപോലെ മടക്കുമ്പോൾ 2 പീസായിട്ട് കിട്ടും. അപ്പം നമുക്ക് അത് ഒരു പീസ് എടുക്കാം. അപ്പം നമുക്ക് ആ ബ്ലേഡ് എടുത്ത് നമ്മുടെ ഐസ് സ്റ്റിക്കിൻ്റെ അവിടെ വെക്കാം. അപ്പം നമ്മളിതുപോലെ വീഡിയോ കാണുന്ന പോലെ തന്നെ. അപ്പം നമ്മളത് വെക്കുമ്പോൾ കഴിവതും പൊക്കി വെക്കാൻ തന്നെ നോക്കണം. അപ്പം നമുക്കത് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ കറക്റ്റ് ഭാഗത്ത് നോക്കി തന്നെ നമുക്ക് ആ ഫെവിക്വിക്ക് ഒഴിക്കാം. നമുക്ക് ഈ സാധാരണ രീതി തന്നെ നമുക്ക് ഫെവിക്വിക്ക് ഒഴിക്കാം. അപ്പോൾ നമുക്ക് ആ ഫെവിക്വിക്ക് ഒഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആ ബ്ലേഡ് അതുപോലെ തന്നെ എടുത്ത് വെക്കാം. അപ്പോൾ നമുക്ക് സൂക്ഷിച്ച് തന്നെ വെക്കണം. നമ്മളത് കറക്റ്റ് രീതിയിൽ തന്നെ ഇരിക്കണം. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ബ്ലേഡ് ഒട്ടിച്ചിട്ടുണ്ട്. നമുക്ക് ഈ വീഡിയോ കാണുന്നതിന് നമ്മുടെ ബ്ലേഡ് എല്ലാം കറക്റ്റ് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ടത് നമുക്ക് ഇതുപോലെ ബ്ലേഡിൻ്റെ അറ്റം ഒരു കത്രി വെച്ച് ഇതുപോലെ കട്ട് ചെയ്ത് കളയാം. ഇത് നമ്മൾ ചെയ്യുന്നതിന് എന്തിനാണ് നമ്മളിതുപോലെ തെർമോക്കോളൊക്കെ കട്ട് ചെയ്യണം, നല്ല സ്മൂത്തായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് കളയാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്കപ്പം സീർട്ട് ഒന്ന് കത്തിച്ച് നമുക്ക് ബ്ലേഡ് ഒന്ന് ചൂടാക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ നമുക്ക് ബ്ലേഡൊന്ന് മുഴുവനായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കണം. ഫ്രണ്ട്സ്, അപ്പം നമുക്കിതുപോലെ ബ്ലേഡ് ചൂടാക്കി കഴിഞ്ഞിട്ട് നമുക്കിതുപോലെ തെർമോക്കോൾ ഇതുപോലെ കട്ട് ചെയ്യാം. അപ്പോൾ ഇത് നല്ലോണം വർക്കാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ നല്ലോണം നമുക്കത് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് അതുപോലെ ചെയ്യണമെങ്കിൽ നമുക്കിതുപോലെ ബ്ലേഡ് ഇതുപോലെ ചൂടാക്കിയത് അപ്പം നമുക്കിതുപോലെ ചെയ്തത്. അപ്പം നമുക്കിത് കട്ടായി കിട്ടും. ഇതുപോലെ നമുക്ക് എത്ര വട്ടം വേണമെങ്കിലും തെർമോക്കോൾ കട്ട് ചെയ്യാം. നമുക്കിത് ചെയ്യുമ്പോൾ ഇതുപോലെ ബ്ലേഡ് ചൂടാക്കിയിട്ട് ചെയ്താൽ മതി. അപ്പം നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമുക്കിതുണ്ടാക്കാൻ ഈ നിക്രോം വയറും പിന്നെ ബാറ്ററി ഒന്നും അങ്ങനെ യൂസ് ചെയ്തില്ല. അപ്പം നമ്മൾ സാധാ സീർട്ട് ലാമ്പും പിന്നെ ചെറിയൊരു ബ്ലേഡൊക്കെ വെച്ചാണ് നമ്മൾ ഈ തെർമോക്കോൾ കട്ടർ മേക്ക് ചെയ്തെടുത്തത്. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പം ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ കണ്ടതുപോലെ തന്നെ നമ്മളിതുപോലെ തെർമോക്കോളൊക്കെ കട്ട് ചെയ്യാൻ നല്ല സിമ്പിളായിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. അപ്പോൾ ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഫ്രണ്ട്സ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ആ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയിലേക്ക് അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുടെ കാണുന്നതൊരു ഭാവി.